ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 75 ഹോട്ട് ടോപ്പിക്സും അതേപോലെ തന്നെ 2021 മുതൽ 2024 വരെ PSC എക്സാമുകളിൽ ചോദിച്ച എല്ലാ LD നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് LDC റാപ്പിഡ് റിവിഷൻ 2024. അപ്പോൾ ഇനിയും ഒരു റിവിഷൻ പ്ലാനിനെ കുറിച്ച് ചിന്തിച്ച് അതേപോലെ തന്നെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫോളോ ചെയ്യാവുന്ന ഒരു മെത്തേഡ് കൂടിയാണ് LDC റാപ്പിഡ് റിവിഷൻ 2024. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം നേരെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് പോരെ, അവിടെ ഇതിന്റെ നോട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതും ഒരു 2 തവണ വായിച്ചതിന് ശേഷം നേരെ 9 മണിക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പോൾ ഉണ്ടാവും. അപ്പോൾ അതുകൂടി ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഡേ 1 ആണ് നമ്മൾ ക്ലാസ് ചെയ്തത്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാം ഒരുപാട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 2 ആണ്. റാപ്പിഡ് റിവിഷൻ LDC 2024 രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഈ തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിക്കുന്നു. നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് LDC റാപ്പിഡ് റിവിഷൻ ഡേ 2 ആണ്. ഇന്ന് നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യത്തെ കുറിച്ചാണ് ആദ്യത്തെ ആ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരാണ്? CPO 2023 ചോദിച്ച ചോദ്യമാണ്. ആരാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ജഹാംഗീർ ആണ് ആദ്യമായിട്ട് സൂറത്തില് എന്ത് ചെയ്യാൻ ഫാക്ടറി സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് അനുവാദം നൽകിയത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ്? ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ്? അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2021 ചോദിച്ച ചോദ്യമാണ്. എവിടെയാണ്? സൂററ്റിലാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത്. ഇനി മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിനെ സന്ദർശിച്ച് ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിക്കുവാൻ അനുമതി നൽകിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയാണ് വില്യം ഹോക്കിൻസ്. ഓക്കെ, അപ്പോ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിനെ സന്ദർശിച്ച് ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നൽകിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയാണ് വില്യം ഹോക്കിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? സൂററ്റിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത്. സൂററ്റാണ്. സൂററ്റ് താപ്തി നദിക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഫാക്ടറി ആരംഭിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മസൂലിപട്ടണമാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഫാക്ടറി ആരംഭിച്ച സ്ഥലം മസൂലിപട്ടണം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബംഗാളിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ പടിഞ്ഞാറൻ തീരത്തെ ആസ്ഥാനം സൂറത്തിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റിയത് എന്നാണെന്ന് ചോദിച്ചാൽ 1687 ഡച്ചുകാർ ഇന്ത്യയിലെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലിപട്ടണത്താണ് 1605. ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? സേരാംപൂർ ബംഗാളും അതേപോലെ തന്നെ ട്രാൻക്യുബാർ തമിഴ്നാടാണ്. ഒരിക്കലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ച ചോദ്യമായിരുന്നു ഡെൻമാർക്കുകാരുടെ താഴെ പറയുന്നവയിലെ ഫാക്ടറി എവിടെയാന്നുള്ളത്. അത് ട്രാൻക്യുബാർ ആണ്. ട്രാൻക്യുബാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ തമിഴ്നാടാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ജഹാംഗീർ ആണ്. ഇനി ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ്? അത് സൂററ്റിലാണ്. ഓക്കെ, മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിനെ സന്ദർശിച്ച് ഇന്ത്യയിൽ ഈ ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അനുവാദം വാങ്ങിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? വില്യം ഹോക്കിൻസ് ആണ്. ഓക്കെ, സൂററ്റ് സ്ഥിതി ചെയ്യുന്ന നദിക്കര ഏതാണെന്ന് ചോദിച്ചാൽ അത് താപ്തി നദിക്കരയ്ക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഫാക്ടറി ആരംഭിച്ച സ്ഥലമാണ് മസൂലിപട്ടണം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗാളുമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയത് യൂണിവേഴ്സിറ്റി LGS 2023 ചോദിച്ച ചോദ്യമാണ്. എവിടെയാണ്? പ്ലാസി യുദ്ധമാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പ്ലാസി യുദ്ധം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം
സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ്? പ്ലാസി യുദ്ധവും അതേപോലെ തന്നെ ബക്സാർ യുദ്ധവുമാണ്. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജ് ഉദ്ദൗളയും അതേപോലെ തന്നെ റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു എന്ത്? പ്ലാസി യുദ്ധം നടന്നത്. ഓക്കെ, 1757 ജൂൺ 23-നാണ് പ്ലാസി യുദ്ധം നടന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പ്ലാസി യുദ്ധത്തിൽ ആരാണ് വിജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? നിലവിൽ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തി റോബർട്ട് ക്ലൈവ് ആണ് എന്ത് ചെയ്യുന്നത്? പ്ലാസി യുദ്ധത്തിൽ വിജയിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലമാണ് ബംഗാള്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 1757 ജൂൺ 23-നാണ് പ്ലാസി യുദ്ധം നടക്കുന്നത്. അപ്പോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? 1757 പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം. ബംഗാളിലെ ഭരണാധികാരി ആയിരുന്നത് അന്ന് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറാജ് ഉദ്ദൗളയാണ്. റോബർട്ട് ക്ലൈവ് നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം കൽക്കട്ട തിരിച്ചുപിടിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ 1757 ജനുവരി 2. കൽക്കട്ട തിരിച്ചുപിടിച്ചതിനെ തുടർന്ന് റോബർട്ട് ക്ലൈവ് സിറാജ് ഉദ്ദൗളയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയായിരുന്നു അലിനഗർ സന്ധി. അപ്പോ അലിനഗർ സന്ധി താഴെ പറയുന്നവയിൽ ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവും സിറാജ് ഉദ്ദൗളയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് ഏതെന്ന് പറയുന്നത്? അലിനഗർ സന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിറാജ് ഉദ്ദൗളയെ വഞ്ചിച്ച ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്ന് അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്നു മിർജാഫർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ താളുകളിൽ മിർജാഫറിനെ വിശേഷിപ്പിക്കുന്നത് റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? മിർജാഫർ തന്നെയാണ്. ഓക്കെ, അപ്പോ സിറാജ് ഉദ്ദൗളയെ വഞ്ചിച്ചതിന് ശേഷമാണ് ആര് നിലവിലേക്ക് വരുന്നത്? മിർജാഫർ വരുന്നത്. കാരണം സിറാജ് ഉദ്ദൗളയുടെ സൈന്യാധിപനായിരുന്നു മിർജാഫർ. അദ്ദേഹത്തെ വഞ്ചിച്ച് ആരുടെ കൂടെ കൂടുകയാണ്? റോബർട്ട് ക്ലൈവിന്റെ കൂടെ കൂടി അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? യുദ്ധത്തിന് സഹായിക്കുകയാണ്. ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധം ഏതാന്ന് ചോദിച്ചാൽ അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 1764 ഒക്ടോബർ 22 ബക്സാർ യുദ്ധം. അപ്പോൾ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ഉറപ്പിച്ചത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പ്ലാസി യുദ്ധം 1757. പക്ഷേ ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി സഹായിച്ച യുദ്ധം ഏതാന്ന് ചോദിച്ചാൽ അതാണ് മക്കളെ ബക്സാർ യുദ്ധം 1764 ഒക്ടോബർ 22. ഓർത്തു വച്ചോ, ഒരു മാർക്കാണ്. ബക്സാർ യുദ്ധ സമയത്ത് ബംഗാളിലെ ഗവർണർ ആയിരുന്നു വാറൻ ഹേസ്റ്റിംഗ്. ബക്സാർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലഹബാദ് ഉടമ്പടിയാണ് ബക്സാർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബക്സാർ യുദ്ധവും അതേപോലെ തന്നെ പ്ലാസി യുദ്ധവും. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പ്ലാസി യുദ്ധം നടന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1757 ജൂൺ 23-നാണ് എന്ത്? പ്ലാസി യുദ്ധം നടന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വച്ചോ. ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരും. അതിന്റെ അകത്ത് സിറാജ് ഉദ്ദൗളനെ പരാജയപ്പെടുത്തിയത് ഏത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ക്ലൈവ് ആണ്. അദ്ദേഹത്തെ സഹായിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മിർജാഫർ. അതുകൊണ്ട് തന്നെയാണ് മിർജാഫറിനെ എന്ത് വിളിച്ചത്? റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച യുദ്ധം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്? ബക്സാർ യുദ്ധം എന്ന് പറയുന്നത്. നടന്ന വർഷം 1764 ഒക്ടോബർ 22-നാണ് ബക്സാർ യുദ്ധം നടക്കുന്നത്. ബക്സാർ യുദ്ധ സമയത്ത് ബംഗാളിലെ ഗവർണർ ആയിരുന്നു ആര്? വാറൻ ഹേസ്റ്റിങ്സ്. ആ സമയത്തുള്ള ഉടമ്പടിയാണ് ഏത്? ബക്സാർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി അലഹബാദ് ഉടമ്പടി 1765. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ടിപ്പു സുൽത്താനിൽ നിന്ന് LGS സീമാൻ 2022 ചോദിച്ച ചോദ്യമാണ്. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1792-ലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഭരണാധികാരി താഴെ പറയുന്നവയിൽ ഏതാണ്? ഒത്തിരി തവണ PSC ചോദിച്ചാണ്. സ്റ്റോക്ക് GKയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്.
മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താന്റെ തലസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരംഗപട്ടണമാണ്. റിപ്പബ്ലിക് എന്ന ആശയം നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ നിന്ന് ആകൃഷ്ടനായി ബ്രിട്ടീഷ് വിപ്ലവത്തിന്റെ സ്മരണാർത്ഥം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണാർത്ഥം സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണിത്. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച ഇന്ത്യൻ ഭരണാധികാരികൾ ആരൊക്കെയാണെന്നുള്ളതിൽ പഠിച്ചതിൽ നമ്മൾ പറഞ്ഞതാണ്. അതായത് റിപ്പബ്ലിക് എന്ന ആശയം നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ നിന്ന് ആകൃഷ്ടനായി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണാർത്ഥം സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? ടിപ്പു സുൽത്താൻ. മക്കളെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം എന്നാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഹോട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തു, ഒത്തിരി അധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് എന്താണ്? ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിൽ ഒത്തിരി ആളുകൾ നിലവിൽ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ആൻസർ തന്നിരുന്നു. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. അപ്പോൾ കോഡൊക്കെ ഉപയോഗിച്ച് കുറെ പേര് പറഞ്ഞു. അപ്പോൾ അതിലൊത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യമാണ് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം എന്നാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക താഴെ. ഓക്കെ, ഇനി റോക്കറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ടിപ്പു സുൽത്താന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫത്ത് ഉൽ മുജാഹിദീൻ ആണ്. ഓക്കെ, അപ്പൊ റോക്കറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ടിപ്പു സുൽത്താന്റെ കൃതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫത്ത് ഉൽ മുജാഹിദീൻ എന്ന് പറയുന്ന കൃതിയാണ്. ഓക്കെ, ഇനി ടിപ്പു സുൽത്താന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മൈസൂരാണ്. ടിപ്പു സുൽത്താന്റെ മലബാറിലെ പ്രാദേശിക തലസ്ഥാനമായി കരുതപ്പെടുന്ന പട്ടണമാണ് ഫാറൂഖ് പട്ടണം എന്ന് പറയുന്നത്. അപ്പൊ ഫാറൂഖ് പട്ടണമാണ് ടിപ്പു സുൽത്താന്റെ മലബാറിലെ പ്രാദേശിക തലസ്ഥാനമായിട്ട് കരുതപ്പെടുന്ന പട്ടണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൺഫ്യൂസിങ് ഫാക്റ്റ് ആയിട്ടുള്ള കുറച്ച് സന്ധികൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാം. ഓക്കെ, ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി ഏതാന്ന് ചോദിച്ചാൽ അത് മദ്രാസ് സന്ധിയാണ്. 1769 ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി. ഏതാന്ന് ചോദിച്ചാൽ മദ്രാസ് സന്ധി. നമ്മൾ ഈ ഒരു ഡേറ്റ് കഴിഞ്ഞൊരു റിവിഷന്റെ സമയത്ത് ഹോട്ട് ടോപ്പിക്സിന്റെ സമയത്ത് പഠിച്ചാണ് 1769. എന്തായിരുന്നു? നെപ്പോളിയൻ ബോണപ്പാർട്ട് ജനിച്ചത് 1769. 100 വർഷങ്ങൾക്ക് ശേഷം ഗാന്ധി ജനിച്ചു 1869 എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ, ഇനി രണ്ടാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി മംഗലാപുരം സന്ധിയാണ്. അത് 1784 മംഗലാപുരം സന്ധി. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാന്ന് ചോദിച്ചാൽ അത് സാൽബായി സന്ധി 1782. ഓക്കെ, രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് രാജ്കട്ട് സന്ധി 1805. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാന്ന് ചോദിച്ചാൽ അത് ലാഹോർ സന്ധിയാണ്. 1846 രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ലാഹോർ സന്ധി 1846. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5-6 ഡേറ്റുകൾ പറഞ്ഞു. 1769 ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധിയാണ് മദ്രാസ്. അതേപോലെ രണ്ടാം മൈസൂർ യുദ്ധം അവസാനിച്ചത് മംഗലാപുരം സന്ധി 84 പറഞ്ഞു. അതേപോലെ ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധമാണെങ്കിൽ 1782 പറഞ്ഞു. രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി രാജ്കട്ട് സന്ധിയാണ് 1805. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ലാഹോർ സന്ധി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏതാണ്? യൂണിവേഴ്സിറ്റി LGS 2023 ചോദിച്ച ചോദ്യമാണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏതാണ്? എവിടെയാണ്? തിരുനെൽവേലിയിലാണ് അദ്ദേഹം കലാപം നയിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വർഷങ്ങൾക്ക് മുന്നേ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി പ്രശ്നത്തിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ നടത്തിയ കലാപമായിരുന്നു കട്ടബൊമ്മ കലാപം എന്ന പേരിൽ അറിയപ്പെട്ടത്. കട്ടബൊമ്മൻ കലാപത്തിന്റെ മറ്റൊരു പേരായിരുന്നു, ഇതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്നത്, പോളിഗാർ കലാപം. ഓക്കെ, അപ്പോൾ കട്ടബൊമ്മൻ കലാപം അതർവൈസ് നോൺ ആസ് പോളിഗാർ കലാപം. ഓക്കെ, അതായത് മറ്റൊന്നുമല്ല, എന്തായിരുന്നു? നികുതി പിരിവുകാർക്കെതിരെയും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കലാപം സൃഷ്ടിച്ചത്. തമിഴ്നാട്ടിലെ പാഞ്ചാല കുറിച്ചി, ചില ബുക്കുകളിൽ കിടക്കിയിരിക്കുന്നത് പാങ്കാല കുറിച്ചി എന്നാണ്ടോ, പാങ്കാല കുറിച്ചി. രണ്ടും ശരിയാണ്. ഒന്നുകിൽ നമുക്ക് പാങ്കാല കുറിച്ചി എന്ന് പറയാം, അല്ലെങ്കിൽ പാഞ്ചാല കുറിച്ചി എന്ന് പറയാം. ഓക്കെ,
ഈ ഒരു പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന ആളായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ നേതാവായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അപ്പൊ തമിഴ്നാട്ടിലെ പാങ്കാല കുറിച്ചി എന്ന് പറയുന്ന പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന ആളാണ് ആരെന്ന് പറയുന്നത് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അദ്ദേഹം നടത്തിയ കലാപമാണ് എന്തെന്ന് പറയുന്നത് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം എന്ന് പറയുന്നത്. പാഞ്ചാല കുറിച്ചി സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുനെൽവേലിയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. കട്ടബൊമ്മനെ തൂക്കിലേറ്റിയത് 1799 തമിഴ്നാട്ടിലെ കയത്തർ ജില്ലയിൽ വെച്ചാണ് ബ്രിട്ടീഷുകാർ വീരപാണ്ഡ്യ കട്ടബൊമ്മനെ തൂക്കിലേറ്റുന്നത്. കാരണം 1799 കൂടി കലാപം അവസാനിക്കുകയും അങ്ങനെ ബ്രിട്ടീഷുകാർ നികുതി പിരിവിൽ നിന്നും ഇളവ് വരുത്തുകയൊക്കെ ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാണ്, കട്ടബൊമ്മനെ തൂക്കിലേറ്റി കൊല്ലുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ തിരുനെൽവേലി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു കലാപം നടന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏതാണെന്നുള്ളത് നമുക്കറിയാം. ഏതാണ്? ആനന്ദമഠം. യൂണിവേഴ്സിറ്റി LGS 2023 വീണ്ടും ചോദിച്ച ചോദ്യമാണ്. ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് സന്യാസി ഫക്കീർ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് സന്യാസി ഫക്കീർ കലാപം. ഭവാനി പതക്ക്, അതേപോലെ തന്നെ ദേവി ചൗധറാണി എന്നിവരായിരുന്നു ഈ കലാപത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. സന്യാസി കലാപത്തെ ആധാരമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച കൃതിയാണ് ആനന്ദമഠം. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു കൃതി എന്ന് പറയുന്നത്. സന്യാസി കലാപത്തെ ആധാരമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച കൃതിയാണ് ആനന്ദമഠം. ആനന്ദമഠം എന്ന ബംഗാളി നോവലിലെ കേന്ദ്ര കഥാപാത്രം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫവാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആനന്ദമഠം എന്ന് പറയുന്ന ആ ഒരു ബംഗാളി നോവലിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്തു വെച്ചോ. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? നീലം കലാപം എവിടെയാണ്? ബംഗാളിലാണ് നീലം കലാപം. ബംഗാളിലെ നീലം കർഷകർ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരായി നടത്തിയ കലാപമാണ് നീലം കലാപം. നീലം കലാപത്തിന്റെ മറ്റു പേരുകളാണ് ഇൻഡിഗോ കലാപം, അതേപോലെ തന്നെ നീൽ ബിദ്രോഹ, ഇൻഡിഗോ കലാപം, അതേപോലെ നീലം കലാപം. ഇതെല്ലാം എന്താണ്? ഒന്നാണ്. അതായത് ബംഗാളിലെ നീലം കർഷകർ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരായി നടത്തിയ കലാപമാണ് ഇതെല്ലാം. അതായത് ഇതെല്ലാം എന്താണ്? ഒന്നാണ്. ഇൻഡിഗോ കലാപത്തിന്റെ പ്രധാന നേതാക്കളാണ് ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസും. ഇനി നീലം കർഷകരുടെ ദയനീയമായ ജീവിതത്തെ ആധാരമാക്കി ദീനബന്ധു മിത്ര രചിച്ച നാടകത്തിന്റെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത് നീൽ ദർപ്പൺ. ഒത്തിരി തവണ PSC ഇതൊരു സ്റ്റോക്ക് GK ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. നീലം കർഷകരുടെ ദയനീയമായ ജീവിതത്തെ ആധാരമാക്കി ദീനബന്ധു മിത്ര രചിച്ച നാടകത്തിന്റെ പേരാണ് നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സന്താളർ അധിവച്ചിരുന്ന ഭൂമി താഴെ പറയുന്നവയിൽ ഏതാണ് എന്നൊരു ചോദ്യം യൂണിവേഴ്സിറ്റി LGS ചോദിച്ചു. ഓക്കെ, വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഈ സാന്താളർ അധിവച്ചിരുന്ന ഭൂമി. അപ്പൊ അതിന്റെ ഓപ്ഷനിൽ വളരെ ഗംഭീരമായിട്ട് കണ്ട അന്നത്തെ ആൻസർ ആയിരുന്നു ഡാമിൻ ഇ കോഫ് എന്ന് പറയുന്നതാണ് സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി അറിയപ്പെട്ടിരുന്ന പേരാണ് ദാമിൻ ഇ കോഫ്. ദാമിൻ ഇ കോഫ് ആണ് സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി അറിയപ്പെട്ടിരുന്നത്. സാന്താൾ കലാപം നടന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1855 മുതൽ 56 വരെയാണ് സാന്താൾ കലാപം. സാന്താൾ കലാപം നടന്ന പ്രദേശം ഏതാന്ന് PSC ചോദിച്ചേണ്ടത് അത് രാജ്മഹൽ കുന്നുകളാണ്. നമുക്കറിയാം ഇന്നത്തെ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായി രാജ്മഹൽ താഴ്വരയിൽ ജീവിച്ചിരുന്ന സാന്താൾ ഗോത്ര വിഭാഗത്തിലെ ജനത നടത്തിയ കലാപമാണ് എന്തെന്ന് അറിയപ്പെടുന്നത് സാന്താൾ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ ഇന്നത്തെ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായി രാജ്മഹൽ താഴ്വരയിൽ ജീവിച്ചിരുന്ന സാന്താൾ ഗോത്ര വിഭാഗത്തിലെ ജനത നടത്തിയ കലാപമായിരുന്നു സാന്താൾ കലാപം. സാന്താൾ കലാപത്തിന്റെ കാരണം കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണമായിരുന്നു. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക നേതാക്കൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോ. സിദ്ധു കാൻഹു. ഓക്കെ, സിദ്ധു കാൻഹു. ചില ബുക്കുകളിൽ സിദ്ധു കാനു എന്ന് കിടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റും. സിദ്ധു അല്ലെങ്കിൽ കൻഹു അല്ലെങ്കിൽ കാനു ആണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക നേതാക്കൾ എന്ന് പറയുന്നത്. സാന്താൾ കലാപത്തിൽ ഏകദേശം 15,000-ലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അത്രയും വലിയൊരു കലാപം തന്നെയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന രാജ്മഹൽ കുന്നുകളിലെ സാന്താൾ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് തേഭാഗ സമരം നടന്നത് എവിടെയാണ്? തേഭാഗ സമരം ബംഗാളിലാണ് തേഭാഗ സമരം നടന്നത്.
ഇത് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട് പഠിക്കാം. അതായത് കലാപങ്ങളും നടന്ന സ്ഥലങ്ങളും. വെല്ലൂർ ലഹള നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1806 വെല്ലൂർ ലഹള, തമിഴ്നാടാണ് വെല്ലൂർ ലഹള നടന്നത്. വൈഗാ കലാപം ഒഡീഷയിലാണ് നടന്നത്. 1817 വൈഗാ കലാപം. നീലം കലാപം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, ബംഗാളിലാണ്. 1859-60 കാലഘട്ടത്താണ് നീലം കലാപം. ഇനി കൂക്ക കലാപം നടന്നത് പഞ്ചാബിലാണ്. 1871 മുതൽ 72. സാന്താൾ കലാപമാണെങ്കിൽ രാജ്മഹൽ കുന്നിലാണ്. 1855 to 1856. ഇനി മുണ്ട കലാപം ബീഹാറാണ്. 1899 900 കാലഘട്ടത്ത്. ഇനി തേബാഗ സമരം ബംഗാള് 46 to 47. നാവിക കലാപം വെരി വെരി ഇമ്പോർട്ടന്റ്, ബോംബെയിലാണ്. 1946 നാവിക കലാപം നടന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? റവന്യൂ ബോർഡ് നമുക്ക് വൈസ്രോയ്സ് ആൻഡ് ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ഏകദേശം 15ഓളം ഗവർണർ ജനറൽമാരും 20 വൈസ്രോയ്സും ആണ് ഏറ്റവും മോസ്റ്റ്ലി നമുക്ക് പഠിക്കാനായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈസ്രോയ്സ്. അപ്പൊ അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത് 2021 to 24. അപ്പൊ അത് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി. മക്കളെ, ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാം. ഇത് LDCക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു ബാച്ച് അല്ല. അതായത് നിങ്ങൾ ഏതൊരു എക്സാം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ എക്സാമിലൊക്കെ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്നത് നിങ്ങൾക്ക് ഇനി ഒരു PSCക്ക് വേണ്ടിയിട്ട് തുടർന്നും ഇനിയുള്ള പഠനത്തിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 100% ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് ഇതെന്നുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ ചോദ്യം നോക്കാം. ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. അപ്പോൾ ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ്? അത് വാറൻ ഹേസ്റ്റിംഗിന്റെ കാലത്താണ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ? വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി എന്ന് ചോദിച്ചാൽ അതും ആരുടെയാ? വാറൻ ഹേസ്റ്റിംഗിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് എന്താണ്? അതായത് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാ? വാറൻ ഹേസ്റ്റിംഗിന്റെ കാലത്താണ്. അതേപോലെ തന്നെ ദ്വിഭരണം കൊണ്ടുവന്നത് ആരുടെയാ? വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. കൽക്കട്ടയിൽ സുപ്രീം കോടതിയോ? അതും വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. അതേപോലെ തന്നെ എന്താണ്? ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ? വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. വ്യക്തമായി എന്ന് കരുതുന്നു. വാറൻ ഹേസ്റ്റിംഗ്സ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ്. ആരെന്ന് പറയുന്നത്? വാറൻ ഹേസ്റ്റിംഗ്സ്. വാറൻ ഹേസ്റ്റിംഗ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയത് റെഗുലേറ്റിംഗ് ആക്ട് നമുക്കറിയാം 1773 റെഗുലേറ്റിംഗ് ആക്ട് നടക്കുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് ആരായത്? ഈ പറയുന്ന വാറൻ ഹേസ്റ്റിംഗ്സ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയത്. ഏറ്റവും കൂടുതൽ ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതും വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ അന്നേരവും ആര് തന്നെയാ? നമ്മുടെ വാറൻ ഹേസ്റ്റിംഗ്സ് തന്നെയാണ് കൊൽക്കത്തയില് സുപ്രീം കോടതി സ്ഥാപിതമായത്. എന്നായിരുന്നു? 1774 കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായത്. ഓക്കെ, ഇനി ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി. അപ്പോ ബംഗാളിൽ അതുവരെ എങ്ങനെയായിരുന്നു? അതായത് ഒരു സൈഡില് എന്താണ്? നീതിന്യായവും കാര്യനിർവഹണവും എന്ന ലെവലിൽ രണ്ടായി തിരിച്ചുകൊണ്ടുള്ള ഭരണമാണ് അന്ന് ബംഗാളിൽ നടത്തിയിരുന്നത്. അത് നിർത്തിയ ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. റവന്യൂ ബോർഡ് രൂപീകരിച്ച സമയത്തെ ഗവർണർ ജനറൽ. അതേപോലെ ക്വിൻക്യുനൈൻ ഭൂനികുതി വ്യവസ്ഥ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണയാണ് കേട്ടോ. ഈ ക്വിൻക്യുനൈൻ ഭൂനികുതി വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏത് ഗവർണർ ജനറലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ അത് ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. റിംഗ് ഫെൻസ് എന്ന നയത്തിന്റെ ശില്പിയായ ഗവർണർ ജനറൽ ആണ്. ചാൾസ് വിൽക്കിൻസിന്റെ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയതും വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. പീറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കുമ്പോൾ ആ സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? നമ്മുടെ വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും ഓർത്തു വെച്ചോ. സുപ്രീം കോടതി, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലമായി, അതേപോലെ തന്നെ എന്താണ്? അതായത് ക്വിൻക്യുനൈൻ ഭൂനികുതി വ്യവസ്ഥ, റിംഗ് ഫെൻസ് നയം, അതേപോലെ ചാൾസ് വിൽക്കിൻസിന്റെ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഓക്കെ, 1773 അന്നത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് അവധ് നവാബായിട്ടുള്ള ഷൂജ് ഉദ്ദൗളയുമായി ഒപ്പുവെച്ച ഉടമ്പടി ആയിരുന്നു ബനാറസ് ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബനാറസ് ഉടമ്പടി ആരൊക്കെ തമ്മിലാ? അതായത് 1773 അന്നത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗും അവധിലെ നവാബായിട്ടുള്ള ഷൂജ് ഉദ്ദൗളയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഏതെന്ന് പറയുന്നത്? ബനാറസ് ഉടമ്പടി.
കമ്പനി പ്രദേശങ്ങളെ മറാത്തയും അഫ്ഗാൻകാരുടെയും ആക്രമണത്തിൽ നിന്നും പരിരക്ഷിക്കുന്നതിനായി അവത് ഒരു ഇടരാജ്യമായി നിലനിർത്തുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. കരാർ പ്രകാരം മുഗൾ ചക്രവർത്തിമാരിൽ നിന്നും പിടിച്ചെടുത്ത അലഹബാദ്, കോറ എന്നീ ജില്ലകൾ അവധിന് നൽകിയതിനു പകരമായി 50 ലക്ഷം രൂപയും നവാബിന്റെ രക്ഷയ്ക്കായി നിർത്തുന്ന കമ്പനി സേനയുടെ സംരക്ഷണ ചെലവുകളും വഹിക്കണം എന്നതായിരുന്നു ഈ പറയുന്ന സന്ധിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാതെ കാത്തു രക്ഷിക്കുന്നു എന്നുള്ള ആ ഒരു വാക്കിന്റെ പുറത്ത് 50 ലക്ഷം രൂപയും അതേപോലെ തന്നെ ഈ കാണായ സൈന്യത്തെ മുഴുവനും തീറ്റിപ്പോറ്റാനുള്ള ചെലവും നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്ന വർഷം എന്നാണ്? വെരി വെരി ഇമ്പോർട്ടന്റ്. 1798 സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്നത്. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ എന്നാ നിലവിൽ വന്നത്? 1798. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അതാണ് റിച്ചാർഡ് വെല്ലസ്ലി. റിച്ചാർഡ് വെല്ലസ്ലി ആണ് അറ്റൻഡർ സ്റ്റോർ കീപ്പർ 2023 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അതായത് ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ബംഗാൾ ഗവർണർ ജനറൽ ആണ് റിച്ചാർഡ് വെല്ലസ്ലി. ബംഗാൾ കടുവ എന്ന സ്വയം വിശേഷിപ്പിച്ച ബംഗാൾ ഗവർണർ ജനറൽ ആണ് റിച്ചാർഡ് വെല്ലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നതും 1802 ശിശുഹത്യ നിരോധിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ, സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ബംഗാൾ ഗവർണർ ജനറൽ. സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്ന വർഷം എന്നാണെന്ന് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, 1798. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം, ഹൈദരാബാദ് ആണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഹൈദരാബാദ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച മറ്റു നാട്ടുരാജ്യങ്ങളാണ് തഞ്ചാവൂരും അതേപോലെ തന്നെ ഇൻഡോറും. ഓക്കെ, ഇനി എന്താണ് മക്കളെ ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈനിക സഹായ വ്യവസ്ഥ അംഗീകരിക്കുന്ന നാട്ടുരാജ്യം തങ്ങളുടെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കുകയും ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ സ്വന്തം ചെലവിൽ നിലനിർത്തുകയും ചെയ്യണം. കൂടാതെ ഗവർണർ ജനറലിന്റെ അനുവാദമില്ലാതെ മറ്റു നാട്ടുരാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടുത്തുകയോ അതേപോലെ ബ്രിട്ടീഷുകാരല്ലാത്ത മറ്റു യൂറോപ്യന്മാരെ നിയമിക്കുകയോ ഇല്ലെന്നും സമ്മതിക്കണം. ഇങ്ങനെ ഒരു നിലവിലൊരു ധാരണാപത്രം എഴുതി ഒപ്പുവെച്ചു കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥ. ഇതിന് പകരമായിട്ട് ഇവരെന്നാ ചെയ്യണേ? ഈ രാജ്യത്തെ എന്ത് ചെയ്യും? പൂർണ്ണമായിട്ട് ഏറ്റെടുക്കും. അവരുടെ സുരക്ഷയൊക്കെ ആര് നോക്കും? ബ്രിട്ടീഷുകാർ നോക്കും എന്നതാണ് ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിടുന്ന നാട്ടുരാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ചെയ്തു കൊടുക്കുന്നത്. അത് ശുദ്ധമണ്ടത്തരമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു മിറാക്കിൾ സൃഷ്ടിച്ച് എല്ലാ നാട്ടുരാജാക്കന്മാരിൽ നിന്നും അങ്ങനെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിടിക്കുകയാണ്. ഓക്കെ, അങ്ങനെ PSC ചോദിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സൈനിക സഹായ വ്യവസ്ഥയെ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം? ഹൈദരാബാദ് ആണ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? വില്യം ബെന്റിക്. അതായത് മഹാമനസ്കനായിട്ടുള്ള നിലവിലത്തെ നമ്മുടെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ അതാണ് ആരെന്ന് പറയുന്നത് വില്യം ബെന്റിക്. ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനികതയിലേക്ക് നയിച്ചത് ശരിക്കും പറഞ്ഞാൽ വില്യം ബെന്റിക് പ്രഭു ആണ്. വലിയ മനുഷ്യനാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ ഭരണപരമായിട്ടുള്ള കാര്യങ്ങള് ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും എങ്ങോട്ടേക്ക് ഈ പറയുന്ന ആധുനികതയിലേക്ക് നയിച്ചത് വില്യം ബെന്റിക് പ്രഭു ആണ്. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായ ആദ്യ വ്യക്തി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അതുമാര് തന്നെയാ വില്യം ബെന്റിക് ആണ്. പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. സതി എന്ന് പറയുന്ന ദുരാചാരത്തെ എന്നേക്കുമായിട്ട് എടുത്തു കളഞ്ഞു. പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ. അതുകൊണ്ട് തന്നെയാണ് മഹാമനസ്കനായിട്ടുള്ള ഗവർണർ ജനറൽ എന്ന പേരിൽ ആരറിയപ്പെടുന്നത്? വില്യം ബെന്റിക് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണമാണ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്, ഇന്ത്യൻ ടെലഗ്രാഫിന്റെ പിതാവ്, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്, ഇന്ത്യൻ തപാൽ സംവിധാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ഈ വിശേഷണങ്ങളെല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത് ഡൽഹൌസി പ്രഭുവിലാണ്. അപ്പൊ ഒന്നുകൂടി പറയാം. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്, ഇന്ത്യൻ ടെലഗ്രാഫിന്റെ പിതാവ്,
ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്, ഇന്ത്യൻ തപാൽ സംവിധാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ്. ഇതെല്ലാം ആരാ? ഡൽഹൌസി പ്രഭു. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയിയായി നിയമിതനായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാനിങ് പ്രഭുവാണ്. ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം പാസാക്കിയ വൈസ്രോയി ആണ് ഏതെന്ന് പറയുന്നത്? ക്യാനിങ് പ്രഭു. ആദായ നികുതി ആരംഭിച്ച വൈസ്രോയി. ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്നത് 1862 ജനുവരി 1. ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് തോമസ് ബാബെ മെക്കാളെയാണ്. തോമസ് ബാബിംഗ് മെക്കാളെയാണ് ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വൈസ്രോയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട് നോക്കാം. ഇന്ത്യയിൽ ക്രിമിനൽ കോടതി ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ക്രിമിനൽ കോടതി സ്ഥാപിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും വേർതിരിക്കാനായി കോൺവാലിസ് കോഡ് എന്ന് പറയുന്ന ഒരു കോഡ് കൊണ്ടുവന്നു. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരിയാണ് ഡൽഹൌസി. ആദായ നികുതി ആരംഭിച്ച വൈസ്രോയിയാണ് ക്യാനിങ് പ്രഭു. ആദായ നികുതി വകുപ്പ് അവസാനിപ്പിച്ച വൈസ്രോയിയാണ് നോർത്ത് ബ്രൂക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിച്ചത് സർ ജോൺ ലോറൻസ് ആണ്. ഇന്ത്യയിൽ സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയത് മേയോ പ്രഭു. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് അതേപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് സ്ഥാപിച്ച വൈസ്രോയി ഇതാരാന്ന് ചോദിച്ചാൽ നോർത്ത് ബ്രൂക്ക് ആണ്. ഓക്കെ, ഇനി പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് റെയിൽവേ വേർതിരിച്ച വൈസ്രോയി ആണ് കഴ്സൺ പ്രഭു. ഇന്ത്യയിൽ റെയിൽവേ ബോർഡ് നിലവിൽ വന്നപ്പോൾ വൈസ്രോയി കഴ്സൺ പ്രഭു ആണ്. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചത് കഴ്സൺ പ്രഭു. ഇൽബർട്ട് വില്ല് വിവാദവുമായി ബന്ധപ്പെട്ടത് റിപ്പൺ ആണ്. ഇൽബർട്ട് ബില്ല് വിവാദവുമായി ബന്ധപ്പെട്ട അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് റിപ്പൺ പ്രഭു ആണ്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ ആണ് വില്യം ബെന്റിക്. അതേപോലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ടതും ആര് തന്നെയാണ്? വില്യം ബെന്റിക്കാണ്. നമ്മൾ പറഞ്ഞില്ലേ ശിശുഹത്യ, അതേപോലെ തന്നെ എന്താണ് അതേപോലെ നമ്മുടെ സതി എന്നൊക്കെ ദുരാചാരങ്ങൾ ഇതെല്ലാം എടുത്തു കളഞ്ഞത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? വില്യം ബെന്റിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്നൊക്കെ അഭിപ്രായപ്പെട്ടതും ആര് തന്നെയാ? ഈ പറയുന്ന വില്യം ബെന്റിക്കാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം അത്രത്തോളം ഡീപ്പായിട്ട് ഓരോന്നും പഠിച്ച് റിവിഷൻ പോലെ പറഞ്ഞാണ് നമ്മൾ പോയിരിക്കുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. നമുക്കറിയാം 1857 വിപ്ലവം. എവിടെയാണ് 1857 വിപ്ലവം ആരംഭിച്ചത്? ഖാദി ബോർഡ് LDC 2023 ചോദിച്ചു. എവിടെയാണ്? മീററ്റിലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? മീററ്റാണ്. മീററ്റ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മക്കളെ ഉത്തർപ്രദേശിലാണ്. എവിടെ? മീററ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ, ഇനി 1857 വിപ്ലവത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1848 ദത്തവകാശ നിരോധന നിയമം, വെരി വെരി ഇമ്പോർട്ടന്റ്. ദത്തവകാശ നിരോധന നിയമം 1848. 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമമാണ് 1850. 1854 പോസ്റ്റ് ഓഫീസ് നിയമം. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഓക്കെ, അപ്പൊ ഈ 4 കാരണങ്ങളാണ് 1857 വിപ്ലവത്തിനുള്ള കാരണങ്ങളായിട്ട് ചരിത്രകാരന്മാർ പറയുന്നത്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള അടിയന്തര കാരണം, അതായത് വാട്ട് ഈസ് ദ കോസ് ആൻഡ് റീസൺ ഓഫ് 1857 റിവോൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? 1857 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് P53 എന്ന് പറയുന്ന പുതിയ തരം തോക്കുകൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിലേക്ക് നിയമിക്കുകയാണ്. ഓക്കെ, ഈ പുതിയ തരം തോക്കിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന തിരകളുടെ ആവരണത്തിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടി എന്നുള്ള ഒരു കിംവദന്തി അവിടെ പടർന്നു എന്നുള്ളതാണ് പെട്ടെന്ന് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന ഗ്രീസ് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന പട്ടാളക്കാരെന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു? ഹിന്ദുക്കളും അതേപോലെ തന്നെ മുസ്ലിം യുവാക്കളുമായിരുന്നു.
അതില് ഹിന്ദുക്കൾക്ക് നിക്ഷിപ്തമാണ് പശുവിന്റെ നെയ്യ് എന്ന് പറയുന്നതും, അതേപോലെ തന്നെ എന്താണ് മുസ്ലിം യുവാക്കൾക്ക് എന്താണ് നിക്ഷിപ്തമാണ് എന്തെന്ന് പറയുന്നത്, പന്നിയുടെ കൊഴുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് അവര് എന്താണ് കടിച്ചു വലിച്ച് പൊട്ടിക്കുമ്പോൾ ഗ്രീസ് അവരുടെ എന്താണ് വായിലേക്ക് പോകുന്നു. ഇതായിരുന്നു ശരിക്കും എന്തിന്റെ ആദ്യത്തെ കാരണം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് 1857 വിപ്ലവത്തിന്റെ. ഇത് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മുടെ ഹോട്ട് ടോപ്പിക്സിന്റെ മെയിൻ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി പുതിയ തോക്കുകളും തിരകളും നിർബന്ധപൂർവ്വം സൈന്യത്തിലേക്ക് ഉപയോഗിച്ചു തുടങ്ങിയ വർഷം 1857 ജനുവരി മുതൽ. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേരായിരുന്നു ശിപായി ലഹള എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ക്യാനിം പ്രഭു ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് 1857 വിപ്ലവം നടക്കുമ്പോൾ ആരായിരുന്നു ഇവിടുത്തെ വൈസ്രോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാനിം പ്രഭു ആണ്. അതായത് 1857 വിപ്ലവം നടക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ക്യാനിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് ഓർത്ത് പഠിച്ചാൽ മതി, നമുക്കത് സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ അത് മംഗൾ പാണ്ഡെയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധമുയർത്തിയ ആളാണ് മംഗൾ പാണ്ഡെ. ഇനി മംഗൾ പാണ്ഡെ ആരായിരുന്നു? 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി. അതാണ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണ ചോദ്യം എന്ന് പറയുന്നത്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയ വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1857 ഏപ്രിൽ 8-നാണ്. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്, 34-ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പടയിലായിരുന്നു ആര് ഉണ്ടായിരുന്നത്? മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആ വ്യക്തി 34-ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പടയിലെ അംഗമായിരുന്നു. ഓക്കെ, അടുത്തത് ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം എന്നാണ് 1858. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്തത് 1854-ലാണ്. ഝാൻസി റാണിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതാണ് മനുബായി, മനുകർണിക, ചബേലി, ലക്ഷ്മിബായി. അപ്പൊ 4 പേരുകളിലാണ് ഝാൻസി റാണി അറിയപ്പെട്ടിരുന്നത്. മനുബായി, അതേപോലെ മണികർണിക, ചബേലി, ലക്ഷ്മിബായി. ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ആര്? ഹ്യൂഗ് റോസ് എന്ന് പറയുന്നത്. ഝാൻസി റാണിയുടെ കുതിരകളാണ് 3 കുതിരകളാണുള്ളത്. ബാദല്, സാരംഗി, പവൻ. ഈ 3 കുതിരകളാണ് ആരുടെ? ഝാൻസി റാണിയുടെ കുതിരകളാണ് ബാദൽ, സാരംഗി, പവൻ. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയാണ് ബാദൽ എന്ന് പറയുന്നത്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ചോദ്യം. ഓക്കെ, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ആരെയാണ്? ഝാൻസി റാണി. വിപ്ലവകാരികളുടെ സമന്വിത നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഹ്യൂഗ് റോസ് ആണ്. അദ്ദേഹം തന്നെയാണ് ഝാൻസി റാണിയെ എന്ത് ചെയ്യുന്നത്? കൊലപ്പെടുത്തുന്നതും. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവമാണ് 1857 വിപ്ലവം. അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് ശിപായി ലഹളയാണ്. 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കൾ ആരെല്ലാം? നാനാ സാഹിബ്, താന്തിയ തോപ്പി നമുക്കറിയാം. ഭക്ത് ഖാൻ, ബഹദൂർ ഷാ സെക്കൻഡ് ഉണ്ട്. ഇനി കൻവർ സിംഗ് നമുക്ക് എന്താണ് നമുക്കറിയാം എവിടെയാണ്? ബീഹാറിലാണ്. ഓക്കെ, ഇനി സിദ്ധു കാനു, ഇതാണ് എന്ത് നിലവില് ഈ പറയുന്ന ചുവടെ കൊടുത്തിരിക്കുന്ന കലാപവുമായി ബന്ധപ്പെടാത്തത് എന്ന് പറയുന്നത് സിദ്ധുവും അതേപോലെ തന്നെ കാനുവുമാണ്. ഓക്കെ, നമുക്കറിയാം കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഇനി 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൺപൂരിൽ ആരാണ് നയിച്ചത്? നാനാ സാഹിബാണ് കാൺപൂരിൽ നയിച്ചത്. 1857 കലാപം ലക്നൌവിൽ നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൌവിൽ ബീഗം ഹസ്രത്ത്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2021 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലമാണ് എവിടെയാന്ന് ചോദിച്ചാൽ നാനാ സാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത്? കാൺപൂരിലാണ്. കാൺപൂര്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്നതാണ് 1857 വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാന്നുള്ളത്. ഝാൻസിയിലാണെങ്കിൽ മകളെ റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസി റാണി എന്ന് ഓർത്താൽ മതി. ഝാൻസി റാണി ലക്ഷ്മിബായി. ഗ്വാളിയാറിലും ആര് തന്നെയാണ്? റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പി.
ബീഹാറിലാണ് ആര്? കൻവർ സിംഗ്. അപ്പൊ BK എന്ന് ഓർത്താൽ മതി. BK ബീഹാർ കൻവർ സിംഗ്. ജഗദീഷ്പൂരും ആര് തന്നെയാ? കൻവർ സിംഗ് ആണ്. ഡൽഹിയിലെ ജനറൽ ഭക്ത് ഖാൻ. അപ്പൊ ഡൽഹി എന്ന് പറയുന്നത് നമ്മുടെ തലസ്ഥാനമാണ്. അപ്പൊ ഡൽഹിയിൽ കുറച്ച് ഭക്തി വേണമെന്ന് ഓർച്ചാൽ മതി. അപ്പൊ എന്താണ്? ഡൽഹി ഭക്ത് ഖാൻ. ഇനി അസാം ദിവാൻ മണിറാം. ഓക്കെ, അപ്പോൾ അസാമിലുള്ള ആൾക്കാരൊക്കെ എന്താണ്? മണി കെട്ടിയാണ് നടക്കുന്നത് ഓർത്താൽ മതി. അപ്പൊ അസാം മണിറാം. ഓക്കെ, ദിവാൻ മണിറാം. മീററ്റിൽ എന്താണ്? കദം സിംഗ് ആണ്. മീററ്റിൽ ആണ് ആദ്യത്തെ കലാപത്തിന് ആദ്യം എന്താണ് വെടിപൊട്ടിയത്. ഓക്കെ, മീററ്റിൽ, ഉത്തർപ്രദേശിൽ മീററ്റ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഭയങ്കര ഖേദമായിരുന്നു എന്ന് ഓർത്താൽ മതി. മീററ്റ് കദം സിംഗ്. കാൺപൂർ നാനാ സാഹിബ്. കാൺപൂര് നാനാ സാഹിബ്. KN ഓർത്താൽ മതി. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ആഗ്ര ബീഗം ഹസ്രത്ത് മഹൽ. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ബറേലി റോഹിൽഗഡ് ഖാൻ ബഹദൂർ ഖാൻ. ബറൌത്ത് പർഗാന ഷാമാൽ. ഹരിയാന റാവു തുലറാം. മധുരയില് ദേവി സിംഗ്. മാണ്ടസോറില് ഫിറോഷ. അപ്പൊ ഇത്രയാണ് എന്ത്? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണോ മക്കളെ? കാരണം എന്താന്ന് വെച്ചാൽ ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട് 1857 കലാപവുമായി ബന്ധപ്പെട്ട കലാപ കേന്ദ്രങ്ങളും അതിന്റെ നേതാക്കന്മാര് ആരൊക്കെയാന്നുള്ളത്. അപ്പോൾ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, പഠിച്ചു വച്ചോ. ഒരു 2-3 തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എന്താണ്? സെറ്റാണ്. ഓക്കെ, ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭു ആണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. ദത്തവകാശ നിരോധന നിയമം അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കുകയും പകരം രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ ഡൽഹൌസി 1848. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് സത്താറ. ഇത് ചോദിച്ച ചോദ്യമാണ്. സത്താറ എന്നുള്ളത് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസിയാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. രാജ്ഞിയുടെ വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു എന്തെന്ന് പറയുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അതേപോലെ ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് എന്നറിയപ്പെടുന്നത്, ഓക്കെ, ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. പാസ്സാക്കപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ 1858 ഓഗസ്റ്റ് 2. ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് പാൽമേഴ്സ്റ്റൺ പ്രഭു. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ടതും 1858 ഈ പറയുന്ന രാജ്ഞിയുടെ വിളംബരമായിരുന്നു. 1858 രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് 1857. അതായത് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളുള്ളൂ മക്കളെ. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ട് ഈ കാര്യം ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ. 1857 വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കളും കേന്ദ്രങ്ങളും. അതേപോലെ തന്നെ പിന്നെ പഠിക്കാനുള്ളതാണ് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് ഝാൻസി റാണി വീരമൃത്യു, മംഗൾ പാണ്ഡെ, അതേപോലെ തന്നെ ആദ്യ രക്തസാക്ഷി, വാട്ട് ഈസ് ദ കോസ് ആൻഡ് റീസൺ ഓഫ് 1857 റിവോൾട്ട്, അതേപോലെ തന്നെ എന്താണ് അത് എവിടെയാണ് ആദ്യം നടന്നത്, ഏറ്റവും കൂടുതൽ ഏത് സ്ഥലത്താണ് വ്യാപിച്ചത്, ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി വന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ബോർഡിൽ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്കിനി പഠിക്കാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം. വളരെ വ്യക്തമായിട്ട് ഹോട്ട് ടോപ്പിക്സിൽ ഇതിന്റെ ക്ലാസ് കിടക്കുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ അതിൻ്റെ അകത്തൊന്ന് കയറി കണ്ടാൽ മതി. ബാക്കി ഓരോ കാര്യങ്ങളും മുക്കും മൂലയും അറിച്ചു പരിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ക്ലാസ് പോയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ചോദിച്ചാൽ 1885 മുതൽ 1947 വരെ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരു ദേശീയ സംഘടനയുടെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ
85 തുടങ്ങുന്നത്, 85 ഡിസംബർ 28. അന്ന് മുതൽ 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് വരെ എല്ലാ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്കും നേതൃത്വപരമായ പങ്കുവഹിച്ച സംഘടനയായിരുന്നു ഏതെന്ന് പറയുന്നത് INC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്നാണ് രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ 85 ഡിസംബർ 28. സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്ന തിയറിയുടെ പിൻബലത്തോടു കൂടിയാണ് ഈ പറയുന്ന INC എന്ന് പറയുന്ന സംഘടന രൂപം കൊള്ളുന്നത്. ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഏവോ ഹ്യൂം, അലൻ ഒക്ടോവിയൽ ഹ്യൂം. അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരുന്നു? അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു? സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്ന് പറയുന്ന ഏവോ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖനായ നേതാവാണ് സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യ സെക്രട്ടറി WC ബാനർജി. INCയുടെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത 72, INCയുടെ രണ്ടാം സമ്മേളനം മദ്രാസിലായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന 1ഉം 4ഉമാണ്. ഓക്കെ, കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി എന്നറിയപ്പെടുന്ന ആരാ? ഏവോ ഹ്യൂം ആണ്. ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? WC ബാനർജി. അടുത്തത് INCയുടെ രണ്ടാമത്തെ സമ്മേളനം മദ്രാസിലായിരുന്നു. ഇതുമാണ് എന്തെന്ന് പറയുന്നത്? നിലവിൽ യോജിക്കാത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 1885 മുതൽ 1947 വരെ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ദേശീയ സംഘടനയാണ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നീടാണ് INC എന്ന പേരിലേക്ക് വന്നത്. 1885 ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചത് ഏവോ ഹ്യൂം, അലൻ ഒക്ടോവിയൽ ഹ്യൂം. ഓക്കെ, എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്? 85 ഡിസംബർ 28. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ആദ്യത്തെ സെക്രട്ടറി ഏവോ ഹ്യൂം, അലൻ ഒക്ടോവിയൽ ഹ്യൂം. ആദ്യ പ്രസിഡന്റ് ആണ് നമ്മൾ പറഞ്ഞു WC ബാനർജി ആണ്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ WC ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് പൂനെയിലാണ്. ബോംബെയിലെ മാറ്റാനുണ്ടായ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേഗ് എന്ന് പറയുന്ന മഹാമാരി അവിടെ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്നാണ് എവിടെ നിന്നും? ബോംബെയിൽ നിന്നും എങ്ങോട്ടേക്ക് മാറ്റിയത്? പൂനെയിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റിയത്. പൂനെയിൽ എന്ത് ചെയ്തു? പ്ലേഗ് വന്നതിനെ തുടർന്നാണ് ബോംബെയിലേക്ക് സമ്മേളനം മാറ്റിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 72. ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 പ്രമേയങ്ങളാണ് ആദ്യത്തെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. 9 പ്രമേയങ്ങളാണ്. അപ്പൊ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങൾ 9 എണ്ണമാണുള്ളത്. ആരാണ് ഈ പ്രമേയം അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ G സുബ്രഹ്മണ്യ അയ്യരാണ്. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, മദ്രാസ് ആണ്. കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്നറിയപ്പെടുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1907 സൂററ്റ് സ്പ്ലിറ്റ് ആണ്. ഓക്കെ, ഇനി കോൺഗ്രസിന്റെ ആദ്യമായി ഒരു ഭരണഘടന വേണമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആനന്ദമോഹൻ ബോസ്. അടുത്തടുത്ത സമ്മേളനങ്ങളിൽ പ്രസിഡന്റായ അച്ഛനും മകനുമാണ് മോത്തിലാൽ നെഹ്റുവും അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബെൽഗാം സമ്മേളനമാണ്. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ INCയുടെ സമ്മേളനത്തിൽ പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സമ്മേളനത്തിലാണ്? 1897 അമരാവതി സമ്മേളനത്തിലാണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ. ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യരാണ്. അതിന് ആമുഖം എഴുതിയതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ബംഗാൾ. ഓക്കെ, ഇനി ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? 1905 കേഴ്സൺ പ്രഭു ആണ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ് എന്ന് സാഹിത്യകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ സാഹിത്യകാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. യൂണിവേഴ്സിറ്റി LGS 2023 ചോദിച്ച ചോദ്യമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബംഗാൾ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണ കേന്ദ്രമാണ് ബംഗാൾ.
ബംഗാൾ വിഭജിച്ച വർഷം എന്നാ ചോദിച്ചാൽ 1905 ജൂലൈ 20 ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത് ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ അങ്ങനെയാണ് വരത്തുള്ളൂ. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റും ചോദിക്കും, അതേപോലെ തന്നെ വർഷവും ചോദിക്കും. അപ്പൊ 1905 ഒക്ടോബർ 16 എന്ന് തന്നെ പഠിച്ചു വെക്കുക. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡ് ആണ് 1911. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? മഹാദേവ് ഗോവിന്ദ റാനഡെ, MG റാനഡെ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അദ്ദേഹമാണ് ആരുടെ? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ എന്ത് രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരാ? VO ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചു. അതായിരുന്നു ആര്? VO ചിദംബരം പിള്ള. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് 1906 അതിന്റെ ആസ്ഥാനം തൂത്തുക്കുടിയാണ്. ഓക്കെ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയിൽ വെച്ചാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ എന്താണ് ഓപ്ഷനിൽ നിന്ന് അമേരിക്ക തന്നെ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്തെടുക്കണം. അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത്? അമേരിക്ക. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആരാന്ന് ചോദിച്ചാൽ അത് ആനി ബസന്റ് ആണ്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമായി നിലനിർത്തിയതാണ് ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഹോം റൂൾ എന്ന ആശയം ഇന്ത്യക്കാർ സ്വീകരിച്ചത് അയർലൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നാണ്. ഹോം റൂൾ എന്ന ആശയം ഇന്ത്യക്കാർ സ്വീകരിച്ചത്. ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം സ്വയം ഭരണം എന്നാണ്. ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം ബ്രിട്ടീഷ് കോമൺവെൽത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് സ്വയംഭരണം നേടിയെടുക്കാനുള്ള സമരമാണ് ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916 ബ്രിട്ടീഷ് ഗവൺമെന്റ് ആനി ബസന്റിനെ തടവിലാക്കിയ വർഷം 1917. ആനി ബസന്റ് എന്തിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ഇടപെട്ട അമേരിക്കൻ പ്രസിഡന്റ് ആണ്? വൂഡ്രോ വിൽസൺ. ഓക്കെ. അപ്പോൾ എന്താണ്? ആനി ബസന്റിനെ ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇടപെട്ട അമേരിക്കൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതാണ് വൂഡ്രോ വിൽസൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയും കാര്യമാണ് ഇതിൻ്റെ പഠിക്കാനുള്ളൂ. വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും സെറ്റായി തന്നെ പഠിച്ചു പോകുന്നു എന്ന് തന്നെ കരുതുന്നു. ഓക്കെ ആണല്ലോ അല്ലേ? നമുക്കപ്പോ അടുത്തൊരു ഫാക്റ്റിലേക്ക് പോവാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാ? രാജാറാം മോഹൻ. ഓക്കെ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ. രാജാറാം മോഹൻ റോയ് ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്നതും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽക്കട്ടയിലാണ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൽക്കട്ട. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആരെന്ന് പറയുന്നത്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ജനിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1772 മെയ് 22 രാജാറാം മോഹൻ റോയ് ജനിക്കുന്നത്. രാജാറാം മോഹൻ റോയ് ജനിച്ച സ്ഥലമാണ് ബംഗാളിലെ രാധാനഗർ. രാജാറാം മോഹൻ റോയ് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അത് അക്ബർ ഷാ സെക്കൻഡ് ആണ്. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ. ബ്രിട്ടീഷ് മിഷണറി ആയിരുന്ന വില്യം ആദത്തിനൊപ്പം രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് കൽക്കട്ട യൂണിറ്റേറിയൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അത് 1823 എന്ത് ചെയ്തത്? ഈ ഒരു സൊസൈറ്റി അദ്ദേഹം സ്ഥാപിക്കുന്നത് 1823. ബ്രിട്ടീഷ് മിഷണറി ആയിരുന്ന വില്യം ആദത്തിനൊപ്പം രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് കൽക്കട്ട യൂണിറ്റേറിയൻ സൊസൈറ്റി. ഓക്കെ. ഇനി നമുക്ക് കുറച്ച്
കൺഫ്യൂസിങ് ഫാക്റ്റിലേക്ക് പോവാം. അതായത് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ്നാരായൺ ബോസ് ആണ്. ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നതും മഹാത്മാ ഗാന്ധി. ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവ് കൽഹണനാണ്. ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് ദാദാബായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അതുമാതിരി തന്നെയാ ദാദാബായ് നവറോജിയാണ്. ആണവശാസ്ത്രത്തിന്റെ പിതാവാണ് HJ ബാബ. ആറ്റം ബോംബിന്റെ പിതാവാണ് രാജാ രാമണ്ണ. മിസൈൽ ടെക്നോളജിയുടെ പിതാവ് APJ അബ്ദുൽ കലാം ആണ്. ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായ്. ബജറ്റിന്റെ പിതാവാണ് PC മഹലനോബിസ്. ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവും M വിശ്വേശ്വരയ്യ തന്നെയാണ്. വ്യോമയാനത്തിന്റെ പിതാവ് JRD ടാറ്റ. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് AO ഹ്യൂം ആണ്. ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചിലപതി റാവു ആണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ദാദാ സാഹിബ് ഫാൽക്കെ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും പിതാക്കന്മാര് എല്ലാവരും ഒന്ന് ഓർത്തു വച്ചോ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ്നാരായൺ ബോസ്, രാഷ്ട്രപിതാവ് ഇന്ത്യയുടെ പിതാവ് മഹാത്മാഗാന്ധി, ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കൽഹണനാണ്. ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അതും ദാദാബായ് നവറോജിയാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവാണ് HJ ബാബ. ആറ്റം ബോംബിന്റെ പിതാവ് രാജാ രാമണ്ണ. മിസൈൽ ടെക്നോളജിയുടെ പിതാവ് APJ അബ്ദുൽ കലാം. ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായ്. ബജറ്റിന്റെ പിതാവ് PC മഹലനോബിസ്. ആസൂത്രണത്തിന്റെ പിതാവാണ് M വിശ്വേശ്വരയ്യ. അതേപോലെ എഞ്ചിനീയറിംഗിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ. വ്യോമയാനത്തിന്റെ പിതാവ് JRD ടാറ്റ. ഓർണിത്തോളജിയുടെ പിതാവ് AO ഹ്യൂം ആണ്. ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആര്യസമാജം. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യസമാജം. ആര്യസമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി ജന്മദേശം താങ്കാര എന്ന് പറയുന്ന ഗുജറാത്തിലെ സ്ഥലത്താണ് ജനിക്കുന്നത്. യഥാർത്ഥ പേര് അദ്ദേഹത്തിന്റെ മൂൽശങ്കർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഒത്തിരി PSC എക്സാമുകളിൽ പറഞ്ഞിട്ടുണ്ട് മൂൽശങ്കർ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സ്വാമി ദയാനന്ദ സരസ്വതി. മൂലശങ്കർ ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു സ്വാമി വിർജാനന്ദ. ഇനി ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്, ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന പരിഷ്കർത്താവ്, ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ഈ വിശേഷണങ്ങളെല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയിലാണ്. ആര്യസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാന്ന് ചോദിച്ചാൽ അതാണ് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത്. ജാതി വ്യവസ്ഥ, ശൈശവ വിവാഹം, വിഗ്രഹാരാധന, ബഹുഭാര്യത്വം തുടങ്ങിയവയെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാന്ന് ചോദിച്ചാൽ ദയാനന്ദ സരസ്വതിയാണ്. താഴെ പറയുന്നവയിൽ സത്യശോചക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിഫ ഫൂലെ. ഓക്കെ, ജ്യോതിഫ ഫൂലെ ആണ് താഴെ പറയുന്നവയിൽ സത്യശോചക് സമാജ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജ്യോതിഫ ഫൂലെ. സത്യശോചക് സമാജം സ്ഥാപിച്ച വർഷം 1873. സ്ഥാപിതമായത് പൂനെയിലാണ്, മഹാരാഷ്ട്ര. ഇവരുടെ മുഖപത്രമായിരുന്നു ദീനബന്ധു. കോൺഗ്രസ് പാർട്ടിയിലേക്ക് സത്യശോചക് സമാജ് ലയിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ 1930 കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇത് ലയിച്ചത്. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1875. 1875 മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജും അദ്ദേഹം സ്ഥാപിച്ചു. ഓക്കെ,
സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിത രമാഭായി. ഓക്കെ, അപ്പോൾ പണ്ഡിത രമാഭായി ആണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. അതും ആര് തന്നെയാ? പണ്ഡിത രമാഭായി ആണ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് ശാരദാ സദൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എം ജി റാനയുടെ ഭാര്യയായിരുന്നു ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ പണ്ഡിത രമാഭായി. പണ്ഡിത രമാഭായി ആരംഭിച്ച സംഘടനയാണ് ആര്യ മഹിളാ സമാജ്. 1882 അത് സ്ഥാപിച്ചത്. വിധവകളായാൽ സ്ത്രീകൾക്ക് വേണ്ടി ശാരദാ സദൻ ആരംഭിച്ചത് പണ്ഡിത രമാഭായി 1889. ബൈബിൾ മറാത്ത ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പണ്ഡിത രമാഭായി ആണ്. പണ്ഡിത രമാഭായിയുടെ പ്രശസ്ത രചനയാണ് ദി ഹൈ ക്ലാസ് ഹിന്ദു വുമൺ. ഓക്കെ, അപ്പൊ ദി ഹൈ ക്ലാസ് ഹിന്ദു വുമൺ താഴെ പറയുന്നവയിൽ ആരുടെ രചനയാണെന്ന് ചോദിച്ചാൽ അത് പണ്ഡിത രമാഭായിയുടെ രചനയാണ്, ദ ഹൈ ക്ലാസ് ഹിന്ദു വുമൺ. ഇനി ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഓരോ സംഘടനയും അതിന്റെ സ്ഥാപകരും ഒന്ന് നമുക്ക് നോക്കാം. PSC എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ഒരു ചോദ്യം. ആത്മീയ സഭ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചത് 1815. ബ്രഹ്മസമാജം 1828 രാജാറാം മോഹൻ റോയ്. ശുദ്ധി പ്രസ്ഥാനം ദയാനന്ദ സരസ്വതി. ആര്യ സമാജം 1875 ദയാനന്ദ സരസ്വതി. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിതമായത്. രാമകൃഷ്ണ മിഷൻ അത് 1897 സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ. വേദാന്ത സൊസൈറ്റി ന്യൂയോർക്ക് സ്വാമി വിവേകാനന്ദൻ. ഹരിജൻ സേവാ സംഘം 1932 ഗാന്ധിജി. പ്രാർത്ഥനാ സമാജ് 1867 ആത്മാറാം പാണ്ഡുരംഗ്. പൂനെ സാർവജനിക് സഭ മഹാസഭ എവിടെയാന്ന് ചോദിച്ചാൽ അത് റാനഡയാണ്. ഇനി ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. അനുശീലൻ സമിതി മിത്ര ബരേന്ദ്രകുമാറാണ് അനുശീലൻ സമിതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് സംഘടനകളും സ്ഥാപകരും ഒന്ന് ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി വർത്തമാന പത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ടോപ്പിക്ക്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിട്ടൺ പ്രഭു ആണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. ഖാദി ബോർഡ് LDC 2023 ചോദിച്ച ചോദ്യമാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രങ്ങളെയാണ് നമ്മൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. പത്രങ്ങളെ ആദ്യമായി ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് എഡ്മണ്ട് ബ്രൂക്കാണ് പത്രങ്ങളെ ആദ്യമായി ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ചത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ആദ്യ വർത്തമാന പത്രം എന്ന് പറയുന്നത് പീക്കിംഗ് ഗസറ്റ് ആണ്. പീക്കിംഗ് ഗസറ്റ് എവിടെയാണ് ഇറങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിലാണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആണ് ലിട്ടൺ പ്രഭു. പ്രസിദ്ധീകരണം തുടങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ദിനപത്രം ഏതാന്ന് ചോദിച്ചാൽ അത് ബോംബെ സമാചാർ ആണ്. 1822 ബോംബെ സമാചാർ സ്ഥാപിച്ചത് ഫർദൂൻജി മസ്ബാൻ ആണ്. ഓക്കെ, ഫർദൂൻജി മസ്ബാൻ. ഓക്കെ, ഇനി ബോംബെ സമാചാർ ഏതു ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതു ഭാഷയിലാ? ഗുജറാത്തി ഭാഷയിൽ. ആദ്യ ഇന്ത്യൻ ഭാഷാ ദിനപത്രമാണ് സമാചാർ ദർപ്പൺ, ബംഗാളി ഭാഷയിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോ. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പത്രങ്ങളെയാണ് ഫോർത്ത് എസ്റ്റേറ്റ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ലിട്ടൺ പ്രഭു ആണ്. ഓക്കെ, ലോകത്തെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ്. പുറത്തിറക്കിയ വർഷം 1780 ജനുവരി 9. ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത്. ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത്. ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്ന പേരിലാണ് ബംഗാൾ ഗസറ്റ് അറിയപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ദിനപത്രം പുറത്തിറക്കുന്നത് അത്
ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തു വെച്ചോ. ബംഗാൾ ഗസറ്റ് പുറത്തിറക്കിയത് 1780 അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. ഓക്കെ, അധിക അറിവിലേക്ക് വേണ്ടി ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചലപതി റാവു ആണ്. ചലപതി റാവു. ഇനി ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് തുഷാർ കാന്തി ഘോഷാണ്. തുഷാർ കാന്തി ഘോഷ്. ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തിയാണ് ചാൾസ് മെറ്റ്കാഫ്. ഓക്കെ, ചാൾസ് മെറ്റ്കാഫ്. അപ്പോൾ ഇത്രയും കാര്യം ഉറപ്പായിട്ടും പത്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ പത്രത്തിന്റെ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ ചിലപതി റാവു, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ തുഷാർ ഗാന്ധി ഘോഷ്, ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കുന്നത് ചാൾസ് മെറ്റ്കാഫ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ ഹിന്ദി പത്രം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ഏതെന്ന് പറയുന്നത് ഉദന്ത് മാർത്താണ്ഡ്. ഉദന്ത് മാർത്താണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ് ദൈനിക് ഭാസ്കർ ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രം. ഒരു ഇന്ത്യൻ ഭാഷയിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണ് സംവാദ് കൗമുദി. അത് ബംഗാളി ഭാഷയിലാണ്. ഓക്കെ, സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ഈ പറയുന്ന ഏത് ഭാഷയിലാ ബംഗാളി ഭാഷയിലാണ്. ഓക്കെ, രാജാറാം മോഹൻ റോയ്. ഏറ്റവും കൂടുതൽ പത്രമാസികകൾ പുറത്തിറക്കുന്ന ഭാഷ ഏതാന്ന് ചോദിച്ചാൽ ഈ സംവാദ കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ച ആരാന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ് തന്നെയാണ് കേട്ടോ. സംവാദ കൗമുദി എന്ന് പറയുന്ന പത്രം. ഏറ്റവും കൂടുതൽ പത്രമാസികകൾ പുറത്തിറക്കുന്ന ഭാഷയാണ് ഹിന്ദി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പുറത്തിറക്കുന്ന രണ്ടാമത്തെ ഭാഷ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള ബിസിനസ് ന്യൂസ് പേപ്പർ ഏതാന്ന് ചോദിച്ചാൽ അത് ഇക്കണോമിക് ടൈംസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള ബിസിനസ് ന്യൂസ് പേപ്പർ ഇക്കണോമിക് ടൈംസ്. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാന്ന് ചോദിച്ചാൽ അത് കേസരിയാണ്. ബാലഗംഗാധര തിലകന്റെ പത്രം ഏതാ കേസരിയാണ്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിൽ ഒന്നായ വോയിസ് ഓഫ് ഇന്ത്യ ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ലാല ലജ്പത് റായി ആണ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതുമാര് തന്നെയാ നമ്മുടെ ലാല ലജ്പത് റായി ആണ്. പ്രസിദ്ധീകരണങ്ങളും നേതൃത്വം നൽകിയവരും. സംവാദ കൗമുദി ആരുടെ പത്രം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു രാജാറാം മോഹൻ റോയ് ആണ് സംവാദ കൗമുദി. പ്രബുദ്ധ ഭാരത് സ്വാമി വിവേകാനന്ദൻ, കേസരി മറാത്ത ബാലഗംഗാധര തിലക്, നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയുമാണ് അടുത്ത് നമുക്ക് നോക്കണ്ടേ. നീലദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീനബന്ധു മിത്രയാണ്. നീലദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. സാരേ ജഹാൻ സെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. സാരേ ജഹാൻ സെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത്. പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനമടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അബനീന്ദ്രനാഥ ടാഗോർ. ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവാണ് ആരെന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി സാഹിത്യത്തിലെ ആദ്യ നോവലാണ് ദുർഗേശ നന്ദിനി 1865. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ 1882. വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രമാണ് ബംഗദർശൻ 1872. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് നോവലാണ് രാജാ മോഹൻസ് വൈഫ്. ഓക്കെ, അപ്പൊ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് നോവൽ ഏതാന്ന് ചോദിച്ചാൽ രാജ്മോഹൻസ് വൈഫ് ആണ്. ഓക്കെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവലാണ് സീതാറാം. ഓക്കെ, ഇനി സതി
എന്ന ശ്രദ്ധേയമായ ചിത്രം വരച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് നന്ദലാൽ ബോസ് ആണ് സതി എന്ന് പറയുന്ന ചിത്രം വരച്ചത്. ഗ്രാമീണ ചെണ്ടക്കാരൻ അന്ന് എന്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ക്വസ്റ്റ്യനും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനും ഒക്കെ ആയിരുന്നു. ഇന്ന് എല്ലാവർക്കും സുപരിചിതമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത്, അല്ലെങ്കിൽ വില്ലേജ് ഡ്രമ്മർ എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് നന്ദലാൽ ബോസ് ആണ്. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്താണ് കവർ പേജ് തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? നന്ദലാൽ ബോസ് ആണ്. 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഏതെന്ന് പറയുന്നത്? ഗ്രാമീണ ചെണ്ടക്കാരൻ. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആരാന്ന് ചോദിച്ചാൽ ഗ്രാമീണ ജീവിതമാണെങ്കിൽ അമൃത ഷെർഗിൽ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ 1859. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇൻ മെമ്മോറിയ എന്ന ചിത്രം വരച്ചത് ആരാന്ന് ചോദിച്ചാൽ ജോസഫ് നോയൽ പാറ്റേൺ ആണ്. എന്നാണ് ഇത് വരച്ചതെന്ന് ചോദിച്ചാൽ 1859. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന പത്രങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, 1-2 തവണ കേട്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് ഒന്ന് വായിക്കാനും കൂടി ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്? ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ, അപ്പോ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തേണ്ടത് ഇതിനകത്ത്. ഓക്കെ, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ചമ്പാരനാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ബീഹാർ ആണ്. ഓക്കെ, കർഷകർ തങ്ങളുടെ ഭൂമിയുടെ 3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായമായിരുന്നു തീങ്കതിയ സമ്പ്രദായം. PSC ചോദിച്ചിട്ടുണ്ട് തീങ്കതിയ സമ്പ്രദായം താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി അല്ലെങ്കിൽ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചമ്പാരൻ സമരം അല്ലെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 ആണ്. ഓക്കെ, തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് സത്യാഗ്രഹമാണ്. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം, ഗുജറാത്ത്. 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏകദേശം 10% പേരെ കൊന്നൊടുക്കി. പ്ലേഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദിലെ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമായിരുന്നു അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏതു നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗ് പ്രതിഷേധത്ത് സമരത്തിൽ ഒത്തുചേരുന്നത്? റൗലറ്റ് ആക്ട് ആണ്. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 1919 ഏപ്രിൽ 13. അതേപോലെ തന്നെ ജാലിയൻ വാലാബാഗ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവമാണ് ഏതെന്ന് പറയുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അത് ഓക്കെ, അതായത് റൗലറ്റ് ആക്ട് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസറി ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ തിരിച്ചു നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. ഓക്കെ, അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകി ഗാന്ധിജി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത്? ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഓക്കെ, ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരി നിയമമാണ് റൗലറ്റ് നിയമം. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി താഴെ പറയുന്നവയിൽ ആരാണെന്ന് ചോദിച്ചാൽ ബാല ഗംഗാധര തിലകാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനമാണ് ആരുടെ? ബാല ഗംഗാധര തിലക്.
ബാലഗംഗാധര തിലക് ജനിച്ചത് 1856 മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. മഹാരാഷ്ട്രയിൽ ശിവജി ഉത്സവം, ഗണേശോത്സവം എന്നിവ ആരംഭിച്ചു. മഹാരാഷ്ട്രയിൽ നികുതി നിസ്സഹകരണ സമരം നടത്തിയ നേതാവ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഏജന്റ് ഓഫ് കൺസേൺ ബില്ലിനെതിരെ സമരം നയിച്ച നേതാവ് താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ബാലഗംഗാധര തിലക് പൂനെയിൽ ആരംഭിച്ച സ്കൂളാണ് ന്യൂ ഇംഗ്ലീഷ് സ്കൂള്. ഓക്കെ, ന്യൂ ഇംഗ്ലീഷ് സ്കൂള്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ് മറാത്ത കേസരി, ലോകമാന്യ, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്, ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ, അവിഭക്ത ഇന്ത്യയുടെ പിതാവ്. ഇത്രയും വിശേഷണങ്ങളിൽ ആരിൽ നിക്ഷിപ്തമാണെന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലകിൽ നിക്ഷിപ്തമാണ് ഇതൊക്കെ. മറാത്ത കേസരി, ലോകമാന്യ, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്, ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ, അവിഭക്ത ഇന്ത്യയുടെ പിതാവ്. അടുത്തത്, ചേരിചേര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം ഏതാന്ന് ചോദിച്ചാൽ അതാണ് നിസ്സഹരണ സമരം. അപ്പോൾ ചേരിചേര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവച്ച സമരമായിരുന്നു ഏത്? നിസ്സഹരണ സമരം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം. ഇനി ചൗരി ചൗര സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. തുടർന്ന് ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22ഓളം പോലീസുകാരെ അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തു. ഹിംസാത്മകമായ ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമാവുകയും ചെയ്ത സംഭവമാണ് എന്തെന്ന് പറയുന്നത്? ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? CR ദാസും മോത്തിലാൽ നെഹ്റുവും. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1931 വേരിയസ് LGS 2023 ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഇത്. അതായത് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹമാണ് ബർദോളി സത്യാഗ്രഹം. ഭാരതത്തിന്റെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. ഭൂനികുതി വർധവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം. നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യനായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി. വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് എന്ന ബഹുമതി നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാന്ധിജിയാണ്. വല്ലഭായ് പട്ടേൽ പ്രസിഡന്റായ ഏക കോൺഗ്രസ് സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1931 കറാച്ചി സമ്മേളനമാണ് വല്ലഭായ് പട്ടേൽ പ്രസിഡന്റായ ഏക കോൺഗ്രസ് സമ്മേളനം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മോത്തിലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. സത്യാഗ്രഹം നടന്ന വർഷം എന്നാ ചോദിച്ചാൽ ഉപ്പ് സത്യാഗ്രഹം 1930. സത്യാഗ്രഹ സമരത്ത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദണ്ഡിയിലാണ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് 1930 ഏപ്രിൽ 6. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമായിരുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന ആശയം കടമെടുത്തത് ഹെൻറി ഡേവിഡ് തോറോയുടെ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന കൃതിയിൽ നിന്നാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജി സഞ്ചരിച്ച ദൂരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 385 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 240 മൈലാണ് എന്ത് ചെയ്തത്? ഗാന്ധിജി സഞ്ചരിച്ചത്. വെണ്മയുടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നതാണ് ദണ്ഡി മാർച്ച്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജി അനുഗമിച്ച അനുയായികളുടെ എണ്ണം 78 ആണ്. ഗാന്ധിജി നിയമലംഘനം നടത്തിയ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ച ജയിലാണ് യർവാദ ജയിൽ. സ്ഥിതി ചെയ്യുന്നത്
പൂനെയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ചും സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ സർവകക്ഷി സമ്മേളനമാണ് വട്ടമേശ സമ്മേളനം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ചും സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ സർവകക്ഷി സമ്മേളനമാണ് വട്ടമേശ സമ്മേളനം. വട്ടമേശ സമ്മേളനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 3 എണ്ണമാണ്. 1930, 31, 32. വട്ടമേശ സമ്മേളനങ്ങളുടെ വേദിയാണ് ജെയിംസ് പാലസ്, ലണ്ടൻ. വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ബ്രിട്ടീഷ് രാജാവാണ് ജോർജ് 5. രണ്ടാം വട്ടമേശ സമ്മേളനങ്ങളുടെ അധ്യക്ഷൻ റാംസെ മക്ഡൊണാൾഡ് ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ഏക വ്യക്തി എന്ന് പറയുന്നതും ആര് തന്നെയാണ്? ഗാന്ധിജിയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ഏക വ്യക്തിയാണ് ഗാന്ധിജി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മൊത്തം പ്രതിനിധികൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 112 ആണ്. ക്വിറ്റ് ഇന്ത്യ സമരനായികയാണ് അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ ദിനം 1942 ഓഗസ്റ്റ് 9. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. ആസാദ് ഹിന്ദു ഗവൺമെന്റ് സ്ഥാപിച്ചത് സിംഗപ്പൂരാണ്. ആസാദ് ഹിന്ദു ഗവൺമെന്റ് സിംഗപ്പൂര്. IN രൂപീകരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. കഴിഞ്ഞ LDC ട്രിവാൻഡ്രം ചോദിച്ചാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഗാന്ധിജി വെടിയേറ്റത് എന്നാന്ന് ചോദിച്ചാൽ 1948 ജനുവരി 30. ഓക്കെ, 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള ഹൗസിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് വൈകുന്നേരം 5:17 ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു. മരണദിവസം ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു സർദാർ വല്ലഭായി പട്ടേൽ. ഗാന്ധിജിയുടെ ഘാതകനാണ് നാഥുറാം വിനായക് ഗോഡ്സെ. നാഥുറാമിനെ തൂക്കിലേറ്റിയ ജയിലാണ് അംബാലെ ജയിൽ, പഞ്ചാബ്. നാഥുറാമിനൊപ്പം തൂക്കിലേറ്റപ്പെട്ട മറ്റു വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാരായൺ ദത്രേയ ആപ്തെയാണ്. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഹേ റാം എന്ന വാക്കാണ് അദ്ദേഹം ഉച്ചരിച്ചത്. ഇനി ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രാമചന്ദ്ര ഗുഹ. റിസർവ് ബറ്റാലിയൻ 2023 IRBയിൽ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം രാമചന്ദ്ര ഗുഹയാണ് ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ആ ഗ്രന്ഥം രചിച്ചത് C ശങ്കരൻ നായരാണ്. ഇന്ത്യയിൽ നാവിക കലാപം നടന്ന വർഷം എന്നാ ചോദിച്ചാൽ 1946 ഇന്ത്യയിൽ നാവിക കലാപം നടന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ് ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ വിസ്മരണീയമായ പ്രസംഗമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ആണ്. വിധിയുമായി ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗത്തിന്റെ ആണ് എന്ത് പറയുന്നത് ഈ ഒരു വാക്ക്. ഓക്കെ, പ്രസംഗത്തിന്റെ വാക്കാണ് എന്തെന്ന് പറയുന്നത് വിധിയുമായി ഒരു കൂടിക്കാഴ്ച. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണമാണ് 565. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തിയാണ് സർദാർ വല്ലഭായി പട്ടേൽ. ഇനി ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സർദാർ വല്ലഭായി പട്ടേലിനെ സഹായിച്ച മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത് VP മേനോൻ. ഓക്കെ, VP മേനോൻ. ഓക്കെ, അടുത്തത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാനാണ് ഫസൽ അലി എന്ന് പറയുന്നത്. അപ്പൊ 1953 ഫസൽ അലി കമ്മീഷൻ നിലവിൽ വരുന്നത്.
ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? കെ എം പണിക്കർ, പോറ്റി ശ്രീരാമലു, അംബേദ്കർ. ആരാണ്? നമ്മുടെ എന്താണ് എസ് എൻ പദക്കർ. ഓക്കെ, അപ്പൊ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? കെ എം പണിക്കരാണ്. ഓക്കെ, കെ എം പണിക്കർ. ഇന്ത്യയുടെ 15ാമത്തെ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഗുജറാത്ത്. ഓക്കെ, ഈ സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെയാ? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയാണ് എന്ത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിലെ ആദ്യത്തെ IIT എവിടെയാന്ന് ചോദിച്ചാൽ അത് ഖരഗ്പൂരാണ്, പശ്ചിമ ബംഗാൾ. കേരളത്തിലെ ആദ്യത്തെ IIT എവിടെയാന്ന് ചോദിച്ചാൽ പാലക്കാട്, 2015 ഓഗസ്റ്റ് 3. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ചേരിചേര പ്രസ്ഥാനം, ഒരു ചോദ്യം വിട്ടുപോയി. ചേരിചേര പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ അത് ബാന്തൂങ് സമ്മേളനമാണ്. അപ്പൊ ചേരിചേര പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ബാന്തൂങ് സമ്മേളനം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ? ദാദാബായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെയും പിതാവാണ് ആര്? ദാദാബായ് നവറോജി. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക അംബാസിഡറും ആര് തന്നെയാ? ദാദാബായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഇന്ത്യയുടെ ഗ്ലാഡിസ്റ്റൺ എന്നറിയപ്പെടുന്നതും ദാദാബായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? ഇന്ത്യയുടെ ദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതും ദാദാബായ് നവറോജി. കോൺഗ്രസിന് ആ പേര്, അതായത് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ യൂണിയനിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വേർഡിലേക്ക് പോയത് ആരാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ദാദാബായ് നവറോജിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സിദ്ധാന്തമാണ് മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം, അല്ലെങ്കിൽ ബ്രെയിൻ തിയറി എന്ന് പറയുന്ന സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ദാദാബായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാബായ് നവറോജിയുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ഏതെന്ന് പറയുന്നത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ നമ്മൾ ഇന്ന് ഡേ 2 എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം എല്ലാ ടോപ്പിക്കിൽ നിന്നും നമുക്ക് മാക്സിമം ചോദ്യങ്ങൾ SCRT, NCRT, അതേപോലെ റാങ്ക് ഫയൽസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ ആണ് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞിരിക്കുന്നത്. മക്കളെ, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ നേരെ ടെലഗ്രാമിലേക്ക് പോരെ. അവിടെ നിങ്ങൾക്കുള്ള നോട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നോട്ടും 1, 2, 3 തവണ വായിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ് കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ക്ലാസ് മാക്സിമം ഒരു 2, 3 തവണ കണ്ടതിന് ശേഷം നേരെ ടെലഗ്രാമിൽ ചെന്ന് നോട്ട് എടുത്ത് ഒരു 2 തവണ വായിച്ച് ഇതിന്റെ ക്വസ്റ്റ്യൻ പോള് നമ്മൾ ടെലഗ്രാമിൽ ചെയ്യുന്നതായിരിക്കും. അതുകൂടി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ പക്ക സെറ്റാണ്. ഇനി വരുന്ന PSC നടത്തുന്ന ഏതൊരു എക്സാമിലും 50 മാർക്കിന് മുകളിലേക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 16 ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ റാപ്പിഡ് റിവിഷൻ LDC എന്ന് പറയുന്നത്. എങ്ങനെയാണോ ഒരു പെയ്ഡ് കോഴ്സിൽ നിങ്ങൾ പഠിക്കുന്നത് അതേപോലെ തന്നെയാണ്, അത്ര സീരിയസ്നെസ്സോടുകൂടി തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് എന്ന് പറയുന്നത് ഡേ 2 ആണ്. നാളെ അപ്പോൾ നമുക്ക് ഡേ 3യുടെ ക്ലാസ്സുമായിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ നിങ്ങൾ ഈ ക്ലാസ് ഓക്കെ ആണെങ്കിൽ, അതേപോലെ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എല്ലാം തുടർന്നും വേണം. കാരണം LDC ഹോട്ട് ടോപ്പിക്സിൽ നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടുമാണ്
എന്ത് ചെയ്തത്, ഈ ഒരു പുതിയൊരു നമ്മുടെ സീരീസ് റാപ്പിഡ് റിവിഷൻ തുടങ്ങാനായിട്ട് എനിക്ക് പ്രചോദനം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒത്തിരി ആൾക്കാർ ചോദിച്ചു, സാറേ ഹോട്ട് ടോപ്പിക്സ് കഴിഞ്ഞിട്ട് വേണോ റാപ്പിഡ് റിവിഷനിൽ വരാനായിട്ടെന്നുള്ളത്. അപ്പോൾ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് മറ്റൊന്നുമല്ല, ഹോട്ട് ടോപ്പിക്സ് ആണ് ഇതിന്റെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്. അതിനുശേഷമുള്ളതാണ് റിവിഷൻ ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ഈ സീരീസ് എന്ന് പറയുന്നത്. പക്ഷെ പുതിയ ഉദ്യോഗാർത്ഥികൾ ഉള്ളത് കൊണ്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഇത് കിട്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പോയിന്റ്സ് കൂടി ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ പോയിന്റ്സ് കൂടുതൽ ആഡ് ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതേപോലെ ഞാൻ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. കാരണം ഇനി നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവരും കിടിലമായി തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. കാരണം നിങ്ങൾ 10, +2 ഇതെല്ലാം കഴിഞ്ഞ് ഡിഗ്രി, PG, BTech, MTech ഇതൊക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളായിരിക്കും ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പറയുന്ന മറ്റൊന്നുമല്ല, 100 ചോദ്യങ്ങൾ തന്ന് അതിന്റെ ഓപ്ഷനുകളും തന്ന് അതിൻ്റെ അകത്ത് 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളോട് എന്ത് ചെയ്ത് ആൻസർ ചെയ്ത് ഒരു 65, 75, 80 മാർക്കിലേക്ക് എത്തിക്കാൻ മാത്രമാണ് പറയുന്നുള്ളൂ. അത് നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് അത് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കും നല്ലൊരു റാങ്കിലേക്ക്. അപ്പോൾ എല്ലാവരും ഇനിയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിക്ക് PSC എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് അവിടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. എവിടെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആ ഒരു ടെലഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.